ഒരു 2-3 ഡേയ്സ് മുന്നേ ആയിട്ട് റൂമിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായി. എല്ലാവരും ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഫുൾ ചില്ലിങ് ആയിട്ട് രസമായിട്ടൊക്കെ പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അവരുടെ കൂടെ ചില്ല് ചെയ്യാൻ പറ്റായിട്ട് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സെറ്റ് അടിച്ചിരിക്കുന്നു എന്നുള്ളത്. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഫുൾ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം 2 ആഴ്ച ഞാൻ എപ്പിസോഡ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ എന്താ പറയുക ഭയങ്കര വീക്കായിരുന്നു. അതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അപ്ലോഡൊന്നും ചെയ്യാണ്ട് നിന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. അതാണ് ഇന്ന് എപ്പിസോഡ് ഇട്ട്. സോ ബ്ലാ പറഞ്ഞ് അധികം പോസ്റ്റ് എടുപ്പിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. സോഷ്യൽ ആങ്സൈറ്റി, ഷൈനസ്, ഇൻട്രോവേർഷൻ. നമ്മൾ ഒരു 20% ആൾക്കാർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഷൈനസ് എന്നൊക്കെ പറയുന്നത്. ഒരു ക്രൗഡിൻ്റെ അടുത്ത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചിരിക്കാനോ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ എന്നുള്ളത്. എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഈ ഒരു പ്രശ്നം എത്രമാത്രം ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എനിക്കിതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് നേരെ കയറി ചെന്നിട്ട് ഒരു ഹായ് പറയാനോ അല്ലെങ്കിൽ ഒരു സ്മൈലോ പാസ് ചെയ്യാനോ പോലും പറ്റില്ല എന്നുള്ളത്. അവരോട് ചില്ല് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്നുള്ളത്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തായിരിക്കും ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയുള്ള എക്സാക്ട് റീസൺ? ഓഫ് കോഴ്സ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു പ്രശ്നം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. ഈവൻ റിലേറ്റീവ്സിൻ്റെ കൂടെ ആകുമ്പോഴായാലും കോളേജിലായാലും ഓഫീസിലായാലും ഞാൻ എന്തോ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നുക, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമാവോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും മണ്ടത്തരമാവോ, അല്ലെങ്കിൽ എന്താണ് ഈ സംസാരിക്കണേ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത്. ഓക്കെ, ഇത് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് റിസേർച്ച് ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണേ. ഓക്കെ, എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാനായിട്ട് എനിക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങനെ റിസേർച്ച് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ പലരുടെ അടുത്ത് നിന്നും കേട്ടൊരു കാര്യമായിരിക്കും, അവൻ ഇൻട്രോവേർട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്നൊക്കെ വിളിച്ചിട്ട് ആൾക്കാരിങ്ങനെ കളിയാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇൻട്രോവേർട്ട് എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് മാത്രമാണ്. ആൻഡ് ബീയിങ് ഇൻട്രോവേർട്ട് ഈസ് ഓൾവേസ് ഓക്കെ. ഞാനൊരു 1 വീക്ക് മുന്നേ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റനാണ്, ചേട്ടാ ഞാൻ ഇൻട്രോവേർട്ടാണ് പക്ഷേ എനിക്ക് എക്സ്ട്രോവേർട്ട് ആവണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇൻട്രോവേർട്ട് എന്നുള്ളത് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, പ്രശ്നം എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നേരെ മറിച്ച് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് അതൊരു ഇൽനെസ്സാണ്. അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലയാണ്. ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ ഷൈനസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്നുള്ളത് അവർ പേഴ്സണലി ഒരു ലോ സ്റ്റിമുലേഷൻ സെറ്റിങ്ങിൽ ഇരിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് അവരുടേതായ ഒരു സ്പേസിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു ഷൈനസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവർ നെഗറ്റീവ് പറയുമെന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ജഡ്ജ്മെൻറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു പേടിയാണ്. അതിപ്പോൾ സോഷ്യൽ ആങ്സൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഷൈനസിൻ്റെ എക്സ്ട്രീം ആയിരിക്കും എന്നൊക്കെ പറയാം. ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള ഭയങ്കരമായൊരു ഭയമൊക്കെയാണ് അത് എന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും റീസൺസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ റൂംമേറ്റ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്യുന്നു, പക്ഷേ നേരെ മറിച്ച് ഞാനാണെങ്കിൽ റൂമിൽ ഇങ്ങനെ സെറ്റ് അടിച്ചിരിക്കുന്നു എന്നുള്ളത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ആൻസർ കിട്ടാത്ത കാര്യമാണിത്. ആൻഡ് എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെയുള്ള കുറേ ഭയങ്കരമായ അവസ്ഥാന്തരമായ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ്. ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ല, ഒന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ടിപ്പാണ്. നിങ്ങൾ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ ഒരു സ്മൈൽ അങ്ങോട്ട് പാസ് ചെയ്യുക എന്നുള്ളത്. അതുവഴി നിങ്ങളുടെ ആ ഒരു ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര സീനായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഞാൻ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കല്യാണങ്ങൾക്ക് മാത്രമേ പോകാറുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം എന്നുള്ളത്. എനിക്ക് അറിഞ്ഞുള്ളൂ സത്യം പറയാം എന്താണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് കയറി ചെല്ലാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ഒന്നിരുന്ന് സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വേറെ പോകാൻ മടിയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങുന്നു എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണോ എന്തോ. ഓക്കെ, ഈ ഒരു ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഇതൊക്കെ ഞാൻ ഓക്കെ ആയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആയേക്കാം. പക്ഷെ ഒരു ലോങ് ടേമിലേക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യണേ? ഓഫ് കോഴ്സ് ഒരു തെറാപ്പിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. ഞാനും ആലോചിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം എന്നുള്ളത്. കാലിക്കറ്റ് കണ്ണൂർ സൈഡിലുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നല്ല തെറാപ്പിസ്റ്റിനെ കോൺടാക്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുത്തി സോഷ്യൽ ആങ്സൈറ്റി. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കോസസ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ജെനറ്റിക്സ് ഫാമിലിയിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സ്ട്രക്ചർ, ആ
അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ബ്രെയിൻ സ്ട്രക്ചർ. അതാണ് നമ്മുടെ പേടിയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഫിയർ കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു ബ്രെയിൻ സ്ട്രക്ചറാണ്. ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള അമിഗ്ഡാലയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എൻവയോൺമെൻറ്റ്, അതായത് നിങ്ങൾ ഭയങ്കര അൺപ്ലസൻ്റ് ആയ അല്ലെങ്കിൽ ഒരു എംബ്രാസിങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയൊക്കെ വളർന്നു വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബുള്ളിങ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില പാരൻസൊക്കെ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അല്ലേ, ചെറുപ്പത്തിലേക്ക് ചൈൽഡ്ഹുഡിലേക്ക്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നില്ലയാണ്. അതൊക്കെ ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കാനുള്ള റീസൺസ് ആണെന്നുള്ളതാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പുറത്ത് കടക്കാനായിട്ട് പറ്റുക? ഓഫ് കോഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിംറ്റംസ് ഒക്കെ തോന്നുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ വേണ്ട പ്രോപ്പർ കെയർ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഏർലി സ്റ്റേജിൽ തന്നെ അത് ക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ് സത്യം പറഞ്ഞാൽ. ആൻഡ് അതിൽ മടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. വേറെ ആരും അതൊന്നും ശരിയാക്കി തരാനായിട്ടൊന്നും പോകുന്നില്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരു ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ 2023 തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 4 months ഏപ്രിൽ വരെയൊക്കെയാണ് ഞാനിങ്ങനെ എഴുതി തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ മടിയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ എഴുതാനൊന്നും പോയില്ല. പക്ഷേ ജേർണലിങ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എന്തെങ്കിലും ഇതേപോലെ ഒരു സ്ട്രെസ്ഡായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് മൂവ് ഓൺ ആക്കാനായിട്ട് ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ്സും ഒരു 2-3 days ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും എന്താണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വന്ന നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്സ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് അനാവശ്യ സ്ട്രെസ് തരാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാമെന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തേടി പോകാൻ ചാൻസ് ഉള്ള ഡ്രഗ്സ്, ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ദയവ് ചെയ്ത് അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത്. ഇതിലേക്ക് ചാടി കയറുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കയറി ചെന്നിട്ട് തിരിച്ച് വീണ്ടും നിങ്ങളുടെ പഴയ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. എന്താണ് വൺസ് നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. സോ യെസ്, അത്രയൊക്കെയാണ് ആങ്സൈറ്റി ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ, സോഷ്യൽ ആങ്സൈറ്റിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഇൻട്രോവേഷനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ക്യൂറൊക്കെ എടുക്കാനായി ശ്രമിക്കുക. ആൻഡ് കാലിക്കറ്റ് കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിട്ടല്ലോ, ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീണ്ടും കാണാം. ടാറ്റാ, ബൈ.